നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 15 വർഷമായി അധികാരത്തിലിരുന്ന മമതാ ബാനർജിയെ പുറത്താക്കിയ ശേഷം അധികാരമേറ്റ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ അവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി പാലിക്കാൻ തുടങ്ങുകയാണ്. വിവാദമായ പല തീരുമാനങ്ങളും ഇപ്പോൾ സുവേന്ദു അധികാരിയുടെ ഓഫീസിൽ നിന്നും ഉത്തരവായി ഇറങ്ങുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, പൊതുനിരത്തുകളിൽ നമാസ് നിയന്ത്രിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഉത്തരവ് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പുറത്തിറക്കിയിരിക്കുന്നത്. പൊതുനിരത്തുകളിൽ ഇത്തരത്തിലുള്ള നമാസുകൾ നടത്തുന്നത് അത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട്. മതപരമായ ഇത്തരത്തിലുള്ള കൂടിച്ചേരുകൾ പൊതുനിരത്തുകളിൽ അനുവദിക്കില്ല, അത് നിയന്ത്രിക്കും. പോലീസിൻ്റെ അംഗീകാരവും അല്ലെങ്കിൽ അധികാരവും അറിവോടും കൂടി മാത്രമേ അനുമതിയോടും കൂടി മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്താൻ കഴിയൂ. കഴിവതും പൊതുനിരത്തിൽ നിന്നും നമാസ് പോലെയുള്ള പരിപാടികൾ ഒഴിവാക്കണം എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നിറങ്ങിയിരിക്കുന്ന ഉത്തരവ്. മാത്രമല്ല, കന്നുകാലി കടത്ത് സംബന്ധിച്ച കന്നുകാലി കടത്തുമായി ബന്ധപ്പെട്ട് ബംഗാളിൽ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഈ നിയമവിരുദ്ധമായ കന്നുകാലി കടത്ത് അത് പലതരത്തിലുള്ള സംഘർഷങ്ങളും മറ്റും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, പശ്ചിമ ബംഗാളിൽ ഉണ്ടാക്കുന്നുണ്ട്. മോഷ്ടിക്കപ്പെടുന്നുണ്ട് കന്നുകാലികൾ. കർഷകരുടെ കന്നുകാലികളാണ് ഇത്തരത്തിൽ അറവ് മാടുകൾ അല്ലെങ്കിൽ ഇറച്ചി വിൽക്കുന്ന സംഘം മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത്. അത് പിന്നീട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് അടക്കം കടത്തിക്കൊണ്ട് ഇവർ കന്നുകാലി കടത്ത്, അത് നിയമവിരുദ്ധമായ കന്നുകാലി കടത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള കടത്ത് നടത്തുന്നത് ചില മാഫിയ സംഘങ്ങളാണ്. ആ മാഫിയ സംഘങ്ങൾക്ക് നേരെ ചെറുവിരൽ അനക്കാൻ നേരത്തെ ഉണ്ടായിരുന്ന മമതാ ബാനർജിയുടെ സർക്കാർ തയ്യാറായിരുന്നില്ല. കാരണം ചില മതസംഘടനകളൊക്കെ ഇക്കാര്യത്തിൽ ഇടപെടുമായിരുന്നു. ആ സംഘടനകളുടെ പിന്തുണ മമതാ ബാനർജിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം സംഘടനകളുടെ സമ്മർദ്ദത്തിന് മമതാ ബാനർജി വഴങ്ങുകയും ഈ പറയുന്ന മാഫിയ സംഘങ്ങളെ ഒരു കാരണവശാലും നിയന്ത്രിക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് കഴിഞ്ഞ കാലത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാർ വരുത്തിയ തെറ്റ്. ആ തെറ്റ് തിരുത്തുകയാണ് തങ്ങൾ എന്നാണ് BJP ഇപ്പോൾ അവകാശപ്പെടുന്നത്. അനധികൃതമായി കന്നുകാലികളെ കടത്തുന്നത് പൂർണ്ണമായും നിരോധിക്കും, ഇത്തരം മാഫിയ സംഘങ്ങളെ അഴിക്കുള്ളിലാക്കുമെന്നുമാണ് ഇപ്പോൾ BJP പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ നമാസ് പൊതുനിരത്തുകളിൽ നിയന്ത്രിക്കുന്നതിലൂടെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയും ബംഗാൾ സർക്കാരും ലക്ഷ്യം വയ്ക്കുന്നത് റെഡ് റോഡിലെ ആ നമാസാണ്. അതായത് ഈദ് നമാസ് റെഡ് റോഡിൽ നടക്കാറുണ്ട്. ഇത് മാത്രമല്ല, പല പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങളിലും ഈ റെഡ് റോഡിൽ ധാരാളം മുസ്ലിങ്ങൾ ഒത്തുകൂടുകയും അവിടെ മതപരമായ ഒത്തുചേരൽ നടത്തുകയും നമാസ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുമായിരുന്നു. സത്യത്തിൽ ഈ റെഡ് റോഡ് എന്ന് പറയുന്ന ആ മൈതാനവും ആ ആ റോഡുമെല്ലാം പ്രതിരോധ വകുപ്പിൻ്റെ കീഴിലുള്ളതാണ്. സൈന്യത്തിൻ്റെ അധികാരത്തിലുള്ള അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥലമാണത്. ആ സൈന്യത്തിൻ്റെ അനുമതി എടുത്തു വേണം അത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്താനായി. പക്ഷേ വർഷങ്ങളായി അവിടെ ഈദ് നമാസ് നടത്തുന്നുണ്ട്. അതിന് സൈന്യത്തിൻ്റെ അനുമതിയൊന്നും ആരും വാങ്ങാറില്ല. വിചിത്രമായ ഒരു കാര്യം, പശ്ചിമ ബംഗാൾ സംസ്ഥാന സർക്കാരാണ് അവിടുത്തെ ഖിലാഫത്ത് കമ്മിറ്റിയുമായി സഹകരിച്ചുകൊണ്ട് ഈദ് നമാസ് അവിടെ നടത്തുന്നത്. ഒരു മതേതര സർക്കാർ ഇത്തരത്തിലുള്ള ഈദ് നമാസ് നടത്തുന്നതിനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും അവിടെ നടത്തുന്നു, അതും സൈന്യത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഭൂമിയിൽ എന്നതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. ഇതിനെക്കുറിച്ച് പശ്ചിമ ബംഗാളിൽ പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിലെല്ലാം സർക്കാർ ഈ പറയുന്ന ഖിലാഫത്ത് കമ്മിറ്റിയോടൊപ്പമാണ് നിന്നിരുന്നത്. ഈ നമാസ് മാത്രമല്ല, ദുർഗാപൂജ കാലത്ത് അവിടെ ദുർഗാപൂജയുമായി ബന്ധപ്പെട്ട ഘോഷയാത്രകളും മറ്റും ഹിന്ദു വിഭാഗവും നടത്താറുണ്ട്. എന്തായാലും എല്ലാ മതപരമായ ഒത്തുചേരലുകളും നിയന്ത്രിക്കാനാണ് ഇപ്പോൾ പശ്ചിമ ബംഗാൾ സർക്കാർ ഉത്തരവ് നൽകിയിരിക്കുന്നത്. സൈന്യത്തിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ എന്ന നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ മാറുകയാണ്. അതായത് സൈന്യത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിലുള്ള ഭൂമി ഒരു സർക്കാർ തന്നെ കയ്യേറിക്കൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ആ ഭൂമി സൈന്യത്തിന് തിരിച്ചു കിട്ടുന്നു എന്നുള്ളതാണ് ഇന്നലത്തെ ഉത്തരവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഇതെല്ലാം അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കുമെന്ന് BJP വാഗ്ദാനം ചെയ്തിരുന്ന കാര്യങ്ങളാണ്. അത്തരം വാഗ്ദാനങ്ങളാണ് ഇപ്പോൾ ഓരോന്നോരോന്നായി മന്ത്രിസഭാ തീരുമാനങ്ങൾ എന്ന രീതിയിൽ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം 600 ഏക്കർ ഭൂമിയാണ് BSFന് കൈമാറാനായി, അടിയന്തര പ്രാധാന്യത്തോടുകൂടി കൈമാറാനായി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. അതായത് ബംഗ്ലാദേശിൽ നിന്നും നിരന്തരം അനധികൃത കുടിയേറ്റം ബംഗാളിലേക്ക് നടക്കുന്നുണ്ട്. ആ അനധികൃത കുടിയേറ്റം സംസ്ഥാനത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ നുഴഞ്ഞുകയറ്റം നിർത്തണം, നുഴഞ്ഞുകയറ്റം അവസാനിപ്പിക്കാനായി സംസ്ഥാനത്തിൻ്റെ അന്താരാഷ്ട്ര അതിർത്തി പ്രദേശങ്ങൾ അത് വേലികെട്ടി തിരിക്കണമെന്ന് സൈന്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നത്
ചെയ്യുന്നതാണ്. ഇത്തരത്തിൽ ഫെൻസിംഗ് ചെയ്യാനായി ഭൂമി കൈമാറണമെന്ന് സൈന്യം മമതാ ബാനർജി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ മമതാ ബാനർജി സർക്കാർ വർഷങ്ങളായി അത് ചെവിക്കൊണ്ടില്ല. സൈന്യത്തിൻ്റെ അപേക്ഷ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സൈന്യവുമെല്ലാം നിരന്തരം മമതാ ബാനർജിയോട് ഈ കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടും രാജ്യദ്രോഹപരമായ രാജ്യവിരുദ്ധ നിലപാടാണ് മമതാ ബാനർജി അന്ന് സ്വീകരിച്ചിരുന്നത്. ആ തെറ്റ് ഒഴിവാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം 600 ഏക്കർ ഭൂമി നമ്മുടെ രാജ്യത്തിൻ്റെ അതിരുകൾ സംരക്ഷിക്കാനായി സംസ്ഥാന സർക്കാർ BSFന് വിട്ടു നൽകിയിരിക്കുന്നത്. നിയമ നൂലാമാലകൾ തീർത്ത് 45 ദിവസത്തിനുള്ളിൽ ഈ ഭൂമി കൈമാറാനായി മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ചീഫ് സെക്രട്ടറിയെയും അതുപോലെ തന്നെ റവന്യൂ സെക്രട്ടറിയെയും ഇന്നലെ ചുമതലപ്പെടുത്തുകയായിരുന്നു. ആയുഷ്മാൻ ഭാരത് സംസ്ഥാനത്ത് നടപ്പിലാക്കിയിരുന്നില്ല. ആ പദ്ധതി കഴിഞ്ഞ ദിവസം മുതൽ പ്രാബല്യത്തിൽ വരുന്നു. അതോടൊപ്പം തന്നെ സെൻസസ് പ്രവർത്തനങ്ങൾ രാജ്യത്തെല്ലാം ആരംഭിച്ചിട്ട് ഏതാണ്ട് 1 വർഷത്തോളമായി. പക്ഷേ സെൻസസ് പ്രവർത്തനങ്ങൾ മമതാ ബാനർജി തുടങ്ങിയിരുന്നില്ല. അതോടൊപ്പം പുതിയ IPSന് പകരം പുതുതായി വന്ന ഭാരതീയ ന്യായ സംഹിത അത് നടപ്പിലാക്കാനും മമതാ ബാനർജി കൂട്ടാക്കിയിരുന്നില്ല. ഇതെല്ലാം നടപ്പിൽ വരുത്താൻ ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് അനുമതി നൽകിയത്. ഇത്തരത്തിലുള്ള ഉത്തരവുകൾ വളരെ പ്രധാനപ്പെട്ട ഉത്തരവുകളാണ് കഴിഞ്ഞ ദിവസത്തോടുകൂടി BJP അധികാരമേറ്റ അധികം വൈകാതെ സുവേന്ദു അധികാരി പുറത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ അക്രമ സംഭവങ്ങളൊന്നും തന്നെ അധികാര കൈമാറ്റത്തോടനുബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ആശ്വാസകരമായ കാര്യമാണ് ബംഗാളിൽ. സത്യത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അധികാര കൈമാറ്റമല്ല, അധികാര തുടർച്ച നേടിയപ്പോൾ പോലും വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായിരുന്നു. കൂട്ടക്കൊലകളും ലഹളകളും കലാപങ്ങളുമൊക്കെ സംസ്ഥാനത്തുണ്ടായി. എന്തായാലും അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഇത്തവണ ബംഗാൾ സംസ്ഥാനം പോയില്ല. കേന്ദ്രസേനയുടെ സാന്നിധ്യമടക്കം അവിടെയുണ്ട്. മാത്രമല്ല ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇപ്പോൾ സുവേന്ദു അധികാരിയുടെ വലങ്കൈയായിരുന്ന ചന്ദ്രനാഥ് റാത്തിൻ്റെ കൊലപാതകം പോലെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചന്ദ്രനാഥ് റാത്തിൻ്റെ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ച 3 വാടക കൊലയാളികളെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവർ ഇനി എത്ര ദിവസം ബംഗാൾ പോലീസിൻ്റെ കസ്റ്റഡിയിൽ ജീവിച്ചിരിക്കുമെന്ന് അറിയില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൊല്ലിച്ചതാര് എന്നത് സംബന്ധിച്ച നിർണായകമായ വിവരം ഇവരിൽ നിന്ന് ലഭിക്കാനുണ്ട് എന്നുള്ളതാണ് അവരെ ഇപ്പോഴും അവരുടെ ജീവൻ നിലനിർത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇക്കാര്യത്തിൽ CBI അന്വേഷണമടക്കമുള്ള സാധ്യത സർക്കാർ പരിശോധിക്കുന്നുണ്ട്. കാരണം വിദേശ നിർമ്മിത ആയുധങ്ങളടക്കം ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഷാർപ്പ് ഷൂട്ടർമാരെയാണ് കൊലപാതകത്തിനായി നിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗൂഢാലോചന എവിടെ നടന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭരണമേറ്റതിന് ശേഷം അധികാരം എത്തുന്നതിന് മുമ്പ് ജനങ്ങളോട് പറഞ്ഞിരുന്ന വാഗ്ദാനങ്ങൾ അങ്ങനെ ഓരോന്നോരോന്നായി സുവേന്ദു അധികാരി സർക്കാർ നടപ്പിലാക്കി തുടങ്ങുകയാണ്.